എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഈ ലാംഗ്വേജ് കോഴ്സ് വിസയിൽ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യം എന്നോട് ചോദിക്കുകയുണ്ടായി. നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത വിസയാണ് ഈ ലാംഗ്വേജ് കോഴ്സ് വിസ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കിനായിരിക്കും ഈ ലാംഗ്വേജ് കോഴ്സ് വിസ ഉള്ളത്. ഈ വിസയിൽ നിങ്ങളിവിടെ വന്നു, ഒരു കൊല്ലം നിങ്ങളിവിടെ വന്ന് ജോലി ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ വിസയുടെ കാലാവധി, അതായത് ലാംഗ്വേജ്, നിങ്ങൾ ശരിക്കും ഈ വിസ എന്തിനുള്ളതാണ്? പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വിസ എടുത്തിട്ടാണ് നിങ്ങളല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ വിസയ്ക്ക് തന്നെ ഏകദേശം എന്നോട് എന്നെ വിളിച്ച് സംസാരിച്ചവർ പറയുന്നത് 4-5 ലക്ഷം രൂപ അങ്ങനെയാണ് ഈ വിസയ്ക്ക് ചിലവെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും പൈസ മുടക്കി നിങ്ങൾ ഇവിടെ വന്ന് ഈ 4-5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടിയും വരും. ഇവിടുന്ന് നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റുന്ന ഓപ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ PR കിട്ടുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഡിഗ്രി കോഴ്സ്, ഡിപ്ലോമ, അല്ലെ എഞ്ചിനീയറിങ്, മനസ്സിലായി, അല്ലെങ്കിൽ MBBS, ഇങ്ങനത്തെ കോഴ്സുകൾ നമ്മളിവിടെ ഒന്ന് പഠിച്ചു. ക്രാസ്നി ഡിപ്ലോമ എന്ന് പറയും, അത് റഷ്യയിൽ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ലാംഗ്വേജ് ടെസ്റ്റ് ഒക്കെ പാസ്സായി നമുക്ക് PR അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതാണ് പ്രോപ്പർ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ലാംഗ്വേജ് കോഴ്സിന് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വിസ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് വിസയിലോട്ട് മാറാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇതിപ്പം നമ്മുടെ നാട്ടിലുള്ള ഈ വിസ സ്കാം ചെയ്യാൻ വേണ്ടി, വിസ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസിക്കാരും അതുപോലെ ഇവിടെയുള്ള ഏജന്റുമാരും പെട്ടെന്ന് നിങ്ങളെ പറ്റിച്ച് കാശടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെയും ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ എൻ്റെ പഴയ വീഡിയോസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ അവരുടെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തമിഴ്നാടുകാരൻ ഒരു പയ്യനുണ്ട്, അതുപോലെ ഹിന്ദിക്കാർ, അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഈ ലാംഗ്വേജ് കോഴ്സ് യൂസിൽ ഒരുപാട് ഞാൻ വിളിച്ച് സംസാരിച്ചവരുടെ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എല്ലാം കൂടി എടുത്തിട്ട് ചവറ് പോലെ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്നാലും ഞാൻ ആ വീഡിയോ കാര്യങ്ങൾ രണ്ടെണ്ണം ഞാൻ കൊടുക്കാം. ഇവർ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ വർക്കിംഗ് വിസ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് വിസ കിട്ടുമോ എന്നുള്ളതിൻ്റെ കാര്യമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഈ വിസയിലുള്ള തട്ടിപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റ് വിസ, അതുപോലെ തന്നെ ബിസിനസ് വിസ, പിന്നെ 3 കൊല്ലത്തുമാർ ഓപ്പൺ വിസ എന്ന് പറയുന്ന ഈ വിസകളിലൊന്നും വന്നിട്ട് ഒരു കാര്യവും നമുക്കൊരു പ്രയോജനമോ കാര്യങ്ങളോ ഇല്ല. ഇത്രയും ലക്ഷം രൂപ മുടക്കി വന്നിട്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ പൈസ കൊടുക്കാൻ റെഡിയാണ്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള വിസ കിട്ടിയാലല്ലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം നോക്കി എടുത്തിട്ട് വരിക. പിന്നെ റഷ്യയിൽ അത്യാവശ്യം നല്ല ജോലി, നല്ല ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടും ഒക്കെ ആയിട്ടേ കയറി വരാവുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ലൈഫ് എൻജോയ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടൊന്നും കയറി വരരുത്. അത് ഇങ്ങനെ ആക്കി തന്നത് നമ്മളിവിടെ ഇരിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള യുവമാരാണ്. കാരണം പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മളെ അടിമകളെ പോലെ ഭരിച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറേമാർ വന്നതുകൊണ്ട് അടിമകളാക്കിയിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ട് 10, 13, 14 മണിക്കൂർ ആൾക്കാരെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ച്, സാലറിയും കുറവ്, ഈ പറഞ്ഞ കാര്യങ്ങളും കുറവ്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും കയറി, ഞാൻ അതിനൊന്നും എതിരല്ല. നിങ്ങൾക്ക് വരണമെന്നുള്ളവർക്ക് വരാം. അല്ലാതെ ഇതൊന്നും അറിയാതെ വരുന്ന ആൾക്കാർ വന്ന് പെടരുത്. അതിനെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് വിസയുമാർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ വിസയിലൊക്കെ കയറി വരുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാം. ഒരു കുഴപ്പമോ കാര്യം, കാരണം ഈ പറഞ്ഞ ഒരു ജോലി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇത്രയും പൈസയും കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് ഇവിടെ ഒന്ന് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ജോലി മാത്രമേ ഉള്ളൂ. വേറെ എൻ്റർടൈൻമെൻറ്റ് ഒരു കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. മാട്ടപ്പണിയെന്ന് തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാം, ഓക്കെ, വേറെ വഴിയൊന്നുമില്ല. എനിക്ക് എങ്ങനെയും പണി ചെയ്ത് 10 കാശ് ഉണ്ടാക്കണം, എനിക്ക് രക്ഷപ്പെടണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അതും പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് വിസ അവർ തരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് വിസയിൽ കോർട്ട വിസ എന്ന് പറയും, 3 മാസത്തെ വിസ നിങ്ങൾക്ക് തരും. അതിനകത്ത് വർക്കിംഗ് വിസ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള 8-10 മാസം അവരിവിടെ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതാണ്. ആ വിസ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ട്, ആ വിസ നിങ്ങൾ എനിക്ക് അയച്ചു തരുവാണ്, ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷനോ വിസയോ അയച്ചു തരുവാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, അത് പ്രോപ്പറായിട്ടുള്ള വിസയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാർ റഷ്യയിൽ നിങ്ങൾക്ക് KFC-യിൽ ജോലി മേടിച്ചു തരാം. നിങ്ങൾ ആദ്യം ഈ ട്രാവൽ ഏജൻസിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം വന്നതിന് ശേഷം ഉപരോധം ഏർപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ യൂറോപ്യൻ കമ്പനികളെല്ലാം, അമേരിക്കൻ കമ്പനികളെല്ലാം ഇവിടുന്ന് ഒഴിവായി പോയിട്ടുണ്ട്. KFC റഷ്യയിലില്ല. ഇനിയെങ്കിലും നിങ്ങൾ ആൾക്കാരോട് ഈ പറയുമ്പോൾ കള്ളം പറയുവാണെങ്കിലും ഒന്ന് പഠിച്ചിട്ടെങ്കിലും പറയാനായിട്ടുള്ള ഇത് കാണിക്കുക. റോസ്റ്റിക് എന്ന് പറയും, ആ കമ്പനിയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ KFC-ക്ക് പകരമായിട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊക്കക്കോള ഇല്ല, ഞാൻ പറഞ്ഞില്ല, പെപ്സി ഇല്ല, അങ്ങനത്തെ അതെല്ലാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇവിടെ സാങ്ഷൻസ് വന്ന സമയത്ത് എല്ലാ കമ്പനികളും പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ കൂടുതൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പരസ്യവും അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതും എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുക്കാം. അതായത് റഷ്യയിൽ KFC-യിലോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് KFC ഇവിടെ ഇല്ല. ഇനി കളത്തരം കാണിക്കുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം രീതിയിൽ ഈ റോസ്റ്റിക് എന്ന് പറയുന്ന കമ്പനിയുടെ പേരെങ്കിലും വെച്ചിട്ട് കാണിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് കാണിക്കുക. പിന്നെ അവിടെ ഒന്നും ഞാൻ പറയില്ല, മണിക്കൂർ അങ്ങാണ്ട് 200-250 രൂപ അങ്ങാണ്ട് കേട്ടേ ഉള്ളൂ ശമ്പളം. അതും പ്രോപ്പർ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഈ വിസയിലൊന്നും വന്ന് ഇങ്ങനെ വന്ന് ജോലി, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല.
നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സാലറി തരണോ എടുക്കണമെന്നൊന്നുമില്ല. കാരണം നിങ്ങൾ ഇൻഡിക്കേഴ്സ് ആണ്. നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം 10ാം ക്ലാസ് പ്ലസ് ടു അത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, കാരണം അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ഇപ്പം എല്ലാം അറിഞ്ഞവരാന്നല്ല പറയുന്നത്. ഞാനിവിടെ വന്ന് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റിയത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്വയം പറ്റിക്കപ്പെടാൻ വേണ്ടി നിൽക്കരുത്. ഇത് വേറെ നാടാണ്. നമ്മളിവിടെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഇവിടെ വൻകിട തട്ടിപ്പ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെട്ട് നിൽക്കുന്നവരോട് അവർ പറയുന്നതാണ്, നിങ്ങൾക്ക് വേറെ ഞങ്ങൾ ജോലി മേടിച്ചു തരാം, 20,000 25,000 രൂപ തരുവാണെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥാപനത്തിൽ ജോലി മേടിച്ചു തരാം. എല്ലാം തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ വന്ന് പെട്ട് നിൽക്കുന്നവനും തട്ടിപ്പ് നടത്തുന്നു, നാട്ടിൽ നിൽക്കുന്നവന്മാരും ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് വിസയുടെ ഒരു ഇത് ഞാൻ സ്ക്രീൻഷോട്ട് വിസയുടെ ഇത് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാം. അതുപോലെ നിങ്ങൾ എല്ലാവരോടും നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുക, ഓക്കെ നിങ്ങൾ എന്നെ എന്ത് വിസയിലാണ് കൊണ്ടുപോകുന്നത്, ആ ഇൻവിറ്റേഷനും വിസയും നിങ്ങൾക്ക് എടുത്ത് അയച്ചു തരാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ ആ വിസയിൽ അയച്ചു തന്ന വിസയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ടെലിഫോൺ നമ്പർ, ഒരു 3 ആൾക്കാരുടെ വിസ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ അവരുടെ ടെലിഫോൺ നമ്പറും ചോദിക്കുക. വർക്കിംഗ് വിസയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ തരാൻ പറയാം, നമുക്ക് അവരെ വിളിക്കാം. കാരണം നമുക്ക് ചോദിക്കണം അവരോട്, കാരണം ഒന്നും അറിയാതെ നമ്മളെങ്ങനെ കയറി വരുന്നത്. ആ വിസ, ഒന്നാമത്തെ കാര്യം വിസ തരാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിസ ജെന്യുവൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കണം. രണ്ടാമത് നമ്മൾ അവരുടെ ടെലിഫോൺ നമ്പർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കണം, അവരുടെ താമസ സൗകര്യം എങ്ങനെ ഉണ്ട്, ഇത്ര രൂപ നമുക്ക് സാലറി കിട്ടുന്നുണ്ടോ, ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളോടൊക്കെ നിങ്ങളൊന്ന് അവരോട് ചോദിക്കുക. പിന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല തണുപ്പാണ് ഇനി അങ്ങോട്ട് റഷ്യയിലോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കയറി വരുന്നൊരു നല്ല ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരിക. പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ചൈനക്കാരുടെ മാർക്കറ്റുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല ജാക്കറ്റ് കാര്യങ്ങൾ കിട്ടും. വലിയ പൈസ മുടക്കി പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സ്പോർട്സ് മാസ്റ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. 10,000 15,000 20,000 രൂപയ്ക്കും ജാക്കറ്റ്. അത്രയും പൈസയൊന്നും വെച്ച് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 6,000 7,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജാക്കറ്റ് തന്നെ നമ്മുടെ ഈ ചൈന മാർക്കറ്റുകളിൽ, നമ്മുടെ ഇവിടെ റീനക്ക് മാർക്കറ്റുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഈ വിസേനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പഴയ നമ്പർ, അത് ഒരുപാട് മെസ്സേജും കോളും ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ട് ഫോൺ ഹാങ് ആയിപ്പോയതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ നമ്പർ പോയിട്ട് ഞാൻ പുതിയ വാട്സപ്പ് നമ്പറുണ്ട് എൻ്റെ. അതുപോലെ തന്നെ ഇൻസ്റ്റ ID ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എനിക്ക് സൗകര്യമായിട്ടുള്ളത്. കാരണം ഒരുപാട് ഈ മെസ്സേജും കോളും ഈ ജോലി ചെയ്യുന്ന സമയത്തേക്ക് വരുന്നത്. കാരണം ഞാൻ ഇത്രയും വിചാരിച്ചില്ല. കാരണം ഇത്രയും തട്ടിപ്പ് നടക്കുന്നുള്ള കാര്യം അപ്പോഴത്തേക്കിനാണ് മനസ്സിലായി. എന്നെ ഒരു ദിവസം തന്നെ 5 6 ആൾക്കാരൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് ഈ പറഞ്ഞതിനോട്ട് മെസ്സേജും അതുപോലെ തന്നെ ഫോട്ടോസ്, ഇവരുടെ പരസ്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി എല്ലാ സംഭവം. എൻ്റെ മെമ്മറി ഫുള്ളായ അവസ്ഥയാണ്. അപ്പം ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റയിലോട്ട് അയക്കുക. എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നതാണ്. എൻ്റെ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് നോക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾ സൂക്ഷിക്കുക, പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കുക തട്ടിപ്പേത സത്യമേത എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇവൻ തമിഴ്നാട്ടുകാരനൊരു പയ്യനാണ്. ഇൻസ്റ്റയിൽ ഇതുപോലെ റഷ്യയിലേക്ക് ജോലി കാര്യങ്ങൾ സ്റ്റുഡൻസ് വിസയിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സ്കാം ചെയ്യുന്നവനാണ്. അതായത് എങ്ങനെ റഷ്യൻ ഇമിഗ്രേഷനിൽ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ மறுபடி கொடுக்கணும்னு ஆள்காருக்கு പറഞ്ഞു கொடுப்பாங்க. உங்களுக்கு வந்து ஒரு 3 மணி நேரம் இருக்கும் காலேஜ். ஒரு நாளைக்கு வந்து 3 hours 2 hours அவ்வளோதான் இருக்கும். ஸோ மித்த நேரம் எல்லாமே நம்ம ஒர்க் பண்ணிக்கலாம். ஸோ இதுதான் ஸ்டூடெண்ட்ஸோட கான்செப்ட். இதுக்கு எலிஜிபிள் பார்த்தீங்கன்னா ஒவ்வொரு யூனிவர்சிட்டி ஒவ்வொன்று கொடுப்பாங்க. ஸோ மினிமம் 10th பாஸ் ஆயிருக்கணும். இங்கிலீஷ் நீங்கள் ஓரளவுக்கு பேச தெரிஞ்சிருக்கணும். ஏன்னா நீங்கள் வந்து ஒரு கண்ட்ரி விட்டு ஒரு கண்ட்ரி இன்டர்நேஷனல் பார்டர் நீங்கள் கிராஸ் பண்ண போறீங்க அப்படின்னா கொஸ்டின் கேட்பாங்க, எதுக்காக போறீங்க, என்ன பர்பஸ்க்காக போறீங்க உங்களுக்கு செக் பண்ணுவாங்க. ஸோ உங்களுக்கு வந்து பேச தெரிஞ்சிருக்கணும். ஸோ அவங்களுக்கு வந்து அவங்க கேட்குற கேள்விக்கு உங்களுக்கு ஆன்சர் பண்ண தெரியல அப்படின்னா உங்களை வந்து அங்கேயே லாக் பண்ணிடுவாங்க. ஸோ அதுக்காக தான் மினிமம் குவாலிஃபிகேஷன் 10th பாஸ் ஆயிருக்கும்னு நான் சொல்ல வரேன். சரிங்களா? ஸோ அடுத்தது கேள்விகள் என்ன மாதிரி இருக்குன்னா, எதுக்காக போறீங்க, என்ன பர்பஸ்க்காக போறீங்க, சரிங்களா, அங்கே போய் எங்கே தங்குவீங்க, என்ன யூனிவர்சிட்டி, இதெல்லாமே கேட்பாங்க. ஸோ இதெல்லாமே தெரிஞ்சுக்கோங்க. இதெல்லாம் தெரிஞ்சுக்கிட்டீங்கன்னா உங்களுக்கு வந்து கொஞ்சம் சொல்றதுக்கு போல்டா இருக்கும். அவங்களும் ஓகே இந்த கேண்டிடேட் ஓரளவுக்கு நாலேஜ் இருக்காங்க ஸோ அப்படின்னு சொல்லிட்டு உங்களுக்கு விசால இமிகிரேஷன் இருக்குல்ல, ஸோ அதை கிளியர் பண்ணிட்டு தான் நீங்கள் இன்டர்நேஷனல் பார்டர் போவீங்க. ஸோ அதுக்காக தான் சொல்றேன். स्टडी वीजा पर आने के बाद आप 80,000 से लेकर 1 लाख रुपए तक की सैलरी अर्न कर सकते हो. अगर आपका 10th पास है तो भी चलेगा. 10th पास वाले बच्चों को भी मैं रशिया ला सकती हूँ. अगर आपके पास IELTS PT नहीं है, विदाउट IELTS PT मैं आपका ये रशिया का स्टडी वीजा करवा कर दूंगी और बिल्कुल लीगल तरीके से. इसमें कोई भी एजेंट नहीं होगा. मैं डायरेक्टली आपको रशिया का काम करवा के दूंगी और मेरी टीम इंडिया में अवेलेबल है इस टाइम पर. इस स्क्रीन पे दिए हुए नंबर्स पर आप कॉल कर लीजिएगा, मेरी टीम से कनेक्ट कर लीजिएगा. दिल्ली, चंडीगढ़, करनाल किसी भी ऑफिस में विजिट कर सकते हो आप और एनी टाइम हमें कॉल करके अपनी फाइल प्रोसेस करवा सकते हो और विद इन 1 मंथ, ओनली 1 मंथ में स्टडी वीजा लो और हमारे साथ आप भी लीगली तरीके से रशिया आ जाओ. ഇതാണ് സ്റ്റഡി വിസ. ആ ചുവപ്പ് വട്ടം കണ്ടോ, അവിടെ ഉച്ചോബ വിസ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇവരെ പോലുള്ള ആൾക്കാരെ വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരരുത്. സ്റ്റുഡൻസ് വിസ ഇവിടെ വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ ഒരു വിസയും കൺവേർട്ട് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല.
അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആകെപ്പാടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്നു, അതായത് നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞു, നിങ്ങൾക്ക് അതായത് നിങ്ങൾ MBBS നല്ല ഇതിലും ഡിഗ്രി കോഴ്സ്, ആ കോഴ്സെല്ലാം പാസ്സായി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി PR മാറാൻ പറ്റുന്ന ഓപ്ഷൻ അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് വിസയിൽ വന്നു, അല്ലെങ്കിൽ ബിസിനസ് വിസയിൽ വന്നു, ടൂറിസ്റ്റ് വിസയിൽ വന്നു, ഈ വിസയിൽ വന്നു, അല്ലെങ്കിൽ 3 കൊല്ലത്തെ ഓപ്പൺ വിസയിൽ വന്നു, എന്നിട്ട് വേറൊരു കമ്പനിയിലോട്ടൊന്നും കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് മാറാൻ പറ്റുകയില്ല. ഇത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരിലോട്ട് ചെന്ന് പെടാതിരിക്കുക.